സർപ്പം, വിഷം, കുഷ്ഠം, ചൊറി, ചെരങ്ങ്, പക്ഷിപ്പനി, എലിപ്പനി. ഓം കാഘത്വജായ വിദ്മഹേ ഖദ്ഗഹസ്തായ ധീമഹി. കൊറോണ, വ്യഭിചാരം, മദ്യപാനം, പിടിച്ചുപറി, താന്നോ മന്ന പ്രചോദയാതി. നാരികൾക്ക് നാശം, ഭൂലോകത്ത് അഴിഞ്ഞാടുന്ന ഒരു കാലമാണ് 2024. ഈ 2024 ഉന്നതന്മാരുടെ മരണമുണ്ടാകും. സർവ്വ അക്രമക്കാരനും ഈ 2024 അഴിഞ്ഞാടും. ഈ 2024 ഭരിക്കുന്നത് ശനീശ്വരൻ ആയിരിക്കും. ഇനി ഏത് മതക്കാരനും ഏത് നരജന്മം എടുത്തവനും പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്നത് ശനീശ്വരനായിരിക്കും. അക്രമക്കാരനും കൊള്ളക്കാരനും കൊലപാതകികളും അക്രമക്കാരനും മാത്രം ശനിയെ ഭയപ്പെട്ടാൽ മതി. ഈ 2024 എങ്ങനെയാണ് ഈ ഭൂമിക്ക് സംഭവിക്കാൻ പോകുന്നു ഞാൻ ഇനി പറയുകയാണ്. 2024 പറയുകയാണ്. നോക്കണം. 2 എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ നമ്പരാണ്. 0 എന്ന് പറയുന്നത് ആദിപരാശക്തിയാണ്. വീണ്ടും 2 വന്ന് അത് ചന്ദ്രൻ്റെ നമ്പരാണ്. വീണ്ടും 4 വന്ന് എന്താണ് 4? സർപ്പം, വിഷം, കുഷ്ഠം, ചൊറി, ചെരങ്ങ്, പക്ഷിപ്പനി, എലിപ്പനി, കൊറോണ, വ്യഭിചാരം, മദ്യപാനം, പിടിച്ചുപറി, നാരികൾക്ക് നാശം, ഭൂലോകത്ത് അഴിഞ്ഞാടുന്ന ഒരു കാലമാണ് 2024. ഇനി ഇത് മൊത്തം ഗർഭം ധരിച്ച് പ്രസവിക്കുമ്പോൾ വരുന്നത് ആരാണ്? 8 വരുന്നത്. എന്താണ് 8? ആരാണ്? ശനീശ്വരനാണ്. ഓം കാഘത്വജായ വിദ്മഹേ ഖദ്ഗഹസ്തായ ധീമഹി താന്നോ മന്ന പ്രചോദയാതി. ഈ 2024 ഭരിക്കുന്നത് ശനീശ്വരൻ ആയിരിക്കും. ഇനി ഏത് മതക്കാരനും ഏത് നരജന്മം എടുത്തവനും പ്രപഞ്ചത്തെ അടക്കി ഭരിക്കുന്നത് ശനീശ്വരനായിരിക്കും. ആ ശനീശ്വരൻ സത്യവും ധർമ്മമാണ്. എങ്ങനെയാണ് ശനി ഈ പ്രപഞ്ചത്തിന് നൽകാൻ പോകുന്ന ഗുണത്തെപ്പറ്റി പറയുകയാണ്. ഇപ്പോൾ ശനി കുംഭം രാശിയിൽ ചിത്തിര നക്ഷത്രത്തിൽ ബലവാനായി ശക്തനായി നിൽക്കുന്ന ശനിയാണ്. ഈ ശനി കുംഭം രാശിയിൽ നിന്നുകൊണ്ട് ആദ്യത്തെ ദൃഷ്ടി നേരെ മേടം രാശിയിലേക്ക് ചെല്ലും. മേടം രാശി എന്ന് പറയുന്നത് ശനിയുടെ നീച നികിഷ്ട രാശിയാണ്. അപ്പോൾ ശനി അവിടെ നിന്നുകൊണ്ട് മേടം രാശിയിൽ നീചമായി നോക്കുമ്പോൾ ഭൂമി ഉലുക്കം, പക്ഷിക്ഷാമം, ഭൂകമ്പം, അക്രമം, ജലം പൊട്ടിമറിയുക, ജലപ്രളയം, സർവനാശവും ശനി അവിടെ കൊടുക്കും. തീർച്ചയായിട്ടും കൊടുക്കും. യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല. ഇനി ശനി രണ്ടാമത്തെ ദൃഷ്ടി, 7ാം ദൃഷ്ടി, ഇത് വിവേകമുള്ളവൻ മന്നം ചെയ്യുവൻ, ചിന്തിക്കുക, തിരിച്ചറിയുക. ഞാൻ ജ്യോതിഷ കാലപ്രകൃതിയുടെ കണക്കാണ് പറയുന്നത്. ആ ശനി നേരെ ചിങ്ങം രാശി നോക്കും. ചിങ്ങം രാശിയുടെ പകരാശിയാണ്, ശത്രുരാശിയാണ്, പിതാവിൻ്റെ രാശിയാണ്. ഏത് അക്രമക്കാരനായ ഭരണാധികാരികളെയും ശനി ന്യായം വിധിക്കും, അവനെ തുറങ്കിലടയ്ക്കും. ഈ 2024 ഉന്നതന്മാരുടെ മരണമുണ്ടാകും. ഉന്നത ശ്രേണിയിലിരിക്കുന്നവൻ്റെ മരണമുണ്ടാക്കും ശനി. ആ ശനി നേരെ ചിങ്ങം രാശിയിൽ വേദമുണ്ടാക്കും. ഭൂമിയിൽ വെള്ളമില്ലാത്ത അവസ്ഥ, മഴയില്ലാത്ത അവസ്ഥ ആ ശനിയും സൂര്യനുമായി വേദിക്കും. ഇനി ശനി 10ാമത്തെ ദൃഷ്ടി വൃശ്ചിക രാശിയിലേക്കാണ് നോക്കുന്നത്. വൃശ്ചിക രാശി ശനിയുടെ നീചരാശിയാണ്. അപ്പോഴെന്താണ് വരുന്നത്? ആ ശനിയും ആ ചൊവ്വയുടെ അഗ്നിമാരുതി ദോഷം, ഭൂമി ഉലുക്കം, പക്ഷിക്ഷാമം, സർവനാശവും സർവ അക്രമക്കാരനും ഈ 2024 അഴിഞ്ഞാടും. യാതൊരു സംശയവുമില്ല. ഇനി ശനി ഗുണം ചെയ്യുന്ന രാശിക്കാരെയാണ് ഞാൻ പറയാൻ പോകുന്നത്. ധനുരാശിക്കാരെ ശനി ഗുണം ചെയ്യും. ഇനി അടുത്തത് ഗുണം ചെയ്യുന്ന മേടൻ രാശിക്കാരെ ഗുണം ചെയ്യും. ഇനി കന്നി രാശിക്കാരെ, ഈ 3 രാശിക്കാരെ മാത്രമേ ശനി ഈ 2024 രക്ഷിക്കുകയുള്ളൂ. ബാക്കിയുള്ള 3.25 കോടി, ബാക്കിയുള്ള എത്ര കോടീശ്വരനും അഹംഭാവി അഹങ്കാരിയും ശനിയുടെ ത്രാസിൽ തന്നെ തൂങ്ങുക തന്നെ ചെയ്യും. ഈ ശനിക്ക് ജാതിയും മതമൊന്നുമില്ല.
ശനി പ്രപഞ്ചത്തിൻ്റെ സർവചരാചര ജീവജാല കോടികളുടെ ന്യായാധിപനാണ് ശനി. ശനി സത്യമാണ്, ശനി ധർമ്മമാണ്, ശനി സ്നേഹസ്വരൂപനാണ്, ശനി ധർമ്മിഷ്ഠനാണ്. ശനി എവിടെയാണ് രാശിയിൽ നിൽക്കുന്നത്? തുലാം രാശിയിൽ ചോതി നക്ഷത്രത്തിൽ ആദിപരാശക്തിയുടെ കണ്ണുകെട്ടി ത്രാസ് നേരെ പിടിച്ച് സത്യവും ധർമ്മവും വിധിക്കുന്ന ഒരാളാണ് ശനി. ഇതാണ് ശനിയുടെ ഫലം. ശനിയെപ്പറ്റി എന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അക്രമക്കാരനും കൊള്ളക്കാരനും കൊലപാതകികളും അക്രമക്കാരനും മാത്രം ശനിയെ ഭയപ്പെട്ടാൽ മതി. അല്ലാതെ ഒരു മനുഷ്യൻ ശനിയെ ഭയപ്പെട്ടത്, ശനി തരുന്നോണം, ശനി രക്ഷിക്കുന്നോണം, ശനി ന്യായം വിധിക്കുന്നോണം ഭൂലോകത്തിൽ ഒരു ദൈവങ്ങളും വിധിക്കത്തില്ല എന്നാണ് എനിക്ക് ശനിയെപ്പറ്റി പറയാനുള്ളത്. ഇനി ഇതാണ് 2024 ഫലം എന്ന് പറഞ്ഞാൽ 2 എന്ന് പറഞ്ഞാൽ ദുർഗാദേവിയുടെ ആധിപത്യവും, 0 എന്ന് പറഞ്ഞാൽ പരാശക്തിയുടെ ആധിപത്യവും, 2 വീണ്ടും 2നെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ദുർഗാദേവിയുടെ ആധിപത്യവും, വീണ്ടും അത് 4 ആകുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും പകർച്ചവ്യാധി, ഏറ്റവും ദോഷമാണ് രാഹു പാപഗ്രഹമാണ്, നിഴൽ ഗ്രഹമാണ്. രാഹുവിൻ്റെ നക്ഷത്രം ഏതാണ്? തിരുവാതിര, ചതയം, ചോതിയാണ് രാഹുവിൻ്റെ ഈ നക്ഷത്രം. ഇവരൊക്കെ കിടന്ന് കുറേ അഴിഞ്ഞാടി കുറേയൊക്കെ അനുഭവിച്ചേ മതിയാകുള്ളൂ. ഇതാണ് 2024 ഫലം.